എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് INTUC-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. റേഷൻ കടകൾ വഴി പൊതുജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനങ്ങാപ്പാറ നയം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ ധർണ നടത്തി. മഞ്ഞപ്ര പഞ്ചായത്ത് 9-ാം വാർഡിലുള്ള ആറ്റാഞ്ചേരി കവലയിലെ ARD 135 നമ്പർ റേഷൻ കടക്ക് മുമ്പിൽ നടന്ന പ്രതിഷേധ സായാഹ്ന ധർണ INTUC ബ്ലോക്ക് പ്രസിഡന്റ് ഷാഹിൻ കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സർക്കാരിൻ്റെ അനാസ്ഥ പൊതുജനങ്ങളെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുക. നമുക്കറിയാം, റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങൾ, ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾ റേഷൻ കട വഴി സർക്കാരുകൾ വിതരണം ചെയ്യുന്നു എന്ന് വലിയ വ്യാജേന ഇവിടെ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ നിലവിൽ മുന്നോട്ട് പോവുക. റേഷൻ കടകളിൽ ആശ്രയിച്ച് ജീവിക്കുക സാധാരണക്കാരായ ആളുകളാണ്. ഈ റേഷൻ കടയിലേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ജനങ്ങൾ ABC എന്ന കാറ്റഗറി നിശ്ചയിച്ച് ഉള്ളവനും ഇല്ലാത്തവനും ഇതിൻ്റെ ഇടയ്ക്കുള്ളവനും ഒക്കെ വേർതിരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ആ സമൂഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. പ്രിയമുള്ളവരെ, ഈ റേഷൻ കടയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇവിടെ റേഷൻ കടയിൽ വരുന്ന ആളുകൾക്ക് പിങ്കും വെള്ളയും മഞ്ഞ കാർഡും ഒക്കെ ആയിട്ട് തരംതിരിച്ച് കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ കാർഡ് പ്രകാരം ഓരോ ആളുകളുടെ എണ്ണം അനുസരിച്ച് അരിയും ഗോതമ്പ് പൊടിയും അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്ന ഈ സാധനങ്ങളുടെ ലിസ്റ്റെല്ലാം ഇതിലൂടെ നമുക്ക് തരംതിരിച്ച് തന്നിട്ടുണ്ട്. ആ തരംതിരിച്ച് തന്ന സാധാരണക്കാരനായ ആളുകൾക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോൾ റേഷൻ കടയിൽ സാധനം ഇല്ല എന്ന് പറയുമ്പോൾ കടക്കാരന് സ്വാഭാവികമായിട്ട് ആളുകളുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. നമുക്കറിയാം, റേഷൻ കടക്കാരൻ ഒരു സഹായാവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്. കാരണം ഇത് സമയാസമയങ്ങളിൽ ലഭ്യമാക്കേണ്ട സർക്കാർ ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. എങ്കിലും ഇത് അറിയിക്കാനുള്ള പോംവഴി റേഷൻ കടകളുടെ മുന്നിലാണ്. ഇത് മേടിക്കാൻ വരുന്ന ആളുകൾക്ക് എന്ത് കിട്ടാത്തതെന്ന് അറിയിക്കേണ്ട ഉത്തരവാദിത്വം സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളതുപോലെ തന്നെ. മണ്ഡലം പ്രസിഡന്റ് ജോസൻ വി ആന്റണി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സിജു ഈരാളി, സെക്രട്ടറി ഡേവിസ് മണവാളൻ, മണ്ഡലം പ്രസിഡന്റ് ചെറിയാൻ തോമസ്, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷെബി പാപ്പച്ചൻ, ജോഷി പടയാടൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോംബിൻസ്, DKTF ബ്ലോക്ക് പ്രസിഡന്റ് ബിജു നെറ്റിക്കാടൻ, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EMB സെബാസ്റ്റ്യൻ, ബൈജു കോളാട്ടുകുടി, K സോമശേഖരൻപിള്ള, ജോയ് അറയ്ക്ക, പൗലോസ് കീഴത്തറ, ജോസ് അരീക്കൽ, ജോൺസൺ എലിഞ്ഞലി, സോമൻ വാഴ്വലിൽ, ME സെബാസ്റ്റ്യൻ, ഡേവിസ് ചൂരമന, ഷെയ്ജു പുതിയടത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.